ഓഹരി പഠനം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ച വളരെ ഷാർപ്പായിട്ടുള്ള റാലിയാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടത്. ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ മിഡ് ക്യാപ്പും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പല ആൾക്കാരുടെയും അല്ലെങ്കിൽ പേഴ്സണലി എൻ്റെ എല്ലാം തന്നെ പോർട്ട്ഫോളിയോയിൽ കാര്യമായിട്ടുള്ള ഒരു സ്റ്റോക്കും മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ PSC സെക്ടറിൽ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലെ കമ്പനികളാണ് പ്രധാനമായിട്ടും റാലി നടത്തിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ റെയിൽവേ സെക്ടറിൽ നടത്തിയിട്ടുണ്ട്, ഡിഫൻസ് സെക്ടറിൽ നടത്തിയിട്ടുണ്ട്. ഓക്കെ, സോ പബ്ലിക് സെക്ടർ സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടുള്ള റാലി നടത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള സെക്ടറുകളിൽ കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് പറയാം. സോ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുവെങ്കിലും എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരുടെ പോർട്ട്ഫോളിയോയും അതിനനുസരിച്ച് പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങളത് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ പോർട്ട്ഫോളിയോ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത്. പിന്നെ കഴിഞ്ഞ ആഴ്ച നമുക്ക് കാര്യമായിട്ടുള്ള ഇവൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. മാർക്കറ്റിൽ നമുക്ക് ഒരു ദിവസം ലീവ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത ആഴ്ച നമുക്ക് 31-ാം തീയതി ഫ്രൈഡേ ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഡാറ്റ വരുന്നുണ്ട്. വേറെ കാര്യമായിട്ടുള്ള ഇവൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല. പിന്നെ നമുക്ക് മാർക്കറ്റ് ഹോളിഡേ ഒന്നുമില്ല. പിന്നെ റിസൾട്ടിനോട് അടുക്കുന്നതിനനുസരിച്ച് മാർക്കറ്റിൽ വോൾട്ടാലിറ്റി കൂടും. വളരെ വലിയ രീതിയിലുള്ള സ്വിങ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവരെ, ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരെ, ഇല്ലെങ്കിൽ 1 to 2 ഡേയ്സിന് വേണ്ടി BTST ട്രേഡ് ചെയ്യുന്നവരെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ചാർട്ടിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിഫ്റ്റി 50 ഒരു ചാനലിലാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ പല ആഴ്ചകളിലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചാനലിലാണ് മൂവ് ചെയ്യുന്നത്. ടോപ്പിൽ ചെല്ലും, അവിടുന്ന് വീഴും, വീണ്ടും ടോപ്പിൽ ചെല്ലും, അവിടുന്ന് വീഴും. ഈ ഒരു പാറ്റേൺ ആണ്. വളരെ വലിയ രീതിയിലുള്ളൊരു വൺ സൈഡ് റാലി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ കാണുന്ന മൂവ്മെന്റ്സ് എല്ലാം ഇലക്ഷനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ആണ്. നമുക്കിതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അത് ഇലക്ഷന് ശേഷം മാത്രമാണ് നമുക്ക് ആ ഒരു വൺ സൈഡ് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ എൻ്റെ സജഷൻ അതുവരെ വെയിറ്റ് ചെയ്യുക. അതിന് മുൻപേ തന്നെ നിങ്ങൾ ഫോമോ ഇല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, മാർക്കറ്റ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഞാൻ ഒന്നിലും എൻട്രി എടുത്തില്ല എന്ന് വിചാരിച്ച് മുഴുവൻ പൈസയായിട്ട് ചാടി ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ സജഷൻ. നിഫ്റ്റി ഇപ്പോൾ 23,000-ലാണ് റെസിസ്റ്റൻസ് എടുക്കുന്നത്. നെക്സ്റ്റ് ഓപ്പൺ റെസ്റ്റ് പ്രകാരം 23,500 ആയിരിക്കും നമ്മുടെ പ്രധാന ഒരു സൈക്കോളജിക്കൽ പ്ലസ് ഓപ്പൺ റെസ്റ്റ് പ്രകാരം ഒരു റെസിസ്റ്റൻസ് സോൺ വരിക. സോ 23,500 നിങ്ങൾക്ക് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. 23,200, 23,500 എന്ന് പറയുന്ന ലെവല്. ഡൗൺ സൈഡിലോട്ട് വരുമ്പം ഈ ഒരു ബുള്ളിഷ് ക്യാൻഡലിന്റെ താഴെ 22,500 ആണ് ഈ ഒരു ലെവൽ വരുന്നത്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിവേഴ്സൽ പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ താഴെ മാർക്കറ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു റിവേഴ്സൽ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ന്യൂസ് ബേസ്ഡ് ഉള്ള മൂവ്മെന്റ്സ് ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. സോ ടെക്നിക്കൽസിൽ നിന്നും ഒരു എന്താ പറയുക വലിയ റോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ സജഷൻ. നിഫ്റ്റി ബാങ്കിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ സോ നിഫ്റ്റി ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനെ സപ്പോർട്ട് എടുത്തുകൊണ്ട് തിരിച്ചു കയറുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ അപ്സൈഡ് മൂവ്മെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ലാസ്റ്റ് ഒരു 3 to 4 months 5 months നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓവറോൾ എന്താണ് സൈഡ് വേസ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പുതിയ ഹൈ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. സ്മോൾ ക്യാപ്പിലോട്ട് വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ സ്റ്റോക്കിന്റെ മൊമെന്റൽ ലൂസ് ആകുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. പല സ്റ്റോക്കുകളും വേണ്ട രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PSC സെക്ടറിലെ അല്ലെങ്കിൽ PSC സെക്ടറുകൾ, പബ്ലിക് സെക്ടർ കമ്പനികൾ മാത്രമാണ് കാര്യമായിട്ടുള്ള രീതിയിൽ ഒരു മൂവ്മെന്റ്സ് നടത്തുന്നത്. വേറെ ഒന്നും തന്നെ നടത്തിയതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. സോ എനിക്ക് തോന്നുന്നു ഫ്രഷ് എൻട്രി എനിക്ക് എത്രത്തോളം അത്ര നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഈ പറഞ്ഞത് തന്നെ പ്രധാന കാരണം, അതായത് ഒരു നല്ലൊരു റാലി നമുക്ക് ബാക്കിയുള്ള സ്റ്റോക്കുകളിലും ഇല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു സ്ട്രെങ്ത് കാണാൻ വേണ്ടി പറ്റുന്നില്ല. പകരം ഞാൻ ഈ പറഞ്ഞ പബ്ലിക് സെക്ടർ സ്റ്റോക്കുകളിൽ മാത്രമാണ് നമുക്കൊരു സ്ട്രെങ്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പം അത് ഓർത്ത് വെക്കുക, ചാടി കയറി കുറേ സ്റ്റോക്കുകൾ മേടിക്കാതിരിക്കുക. ഇനി മിഡ് ക്യാപ്പിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈയിലാണുള്ളത്. ഓരോ ദിവസവും പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു പോകുന്നു. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് മൂവ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് BDL, കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഇനി എൻട്രി എടുക്കാവുന്നു. ഇനി എൻട്രി എടുക്കുന്ന ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് PSU ബാങ്ക് വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം. കാരണം ബാക്കിയുള്ള സെക്ടറുകളിലെ ബാക്കിയുള്ള സ്റ്റോക്കുകൾ മൂവ് ചെയ്തു. പിന്നെ ഈ ഒരു PSU ബാങ്ക് നമുക്കൊരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ഒരു റേഞ്ച് കഴിഞ്ഞ ഒരു
2-3-4 മാസമായിട്ടുള്ള ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു നെക്സ്റ്റ് റാലി PSU ബാങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമായിരിക്കും. സോ ഫസ്റ്റ് പ്രിഫറൻസ് PSU ബാങ്ക് സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു സജഷൻ. ഇത് നിങ്ങൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഇനി നിഫ്റ്റി ഫാർമ നിങ്ങൾക്ക് PSU ബാങ്ക് ബേസ് കൺസിഡർ ചെയ്യാം. ഞാൻ പറഞ്ഞത് വളരെ സേഫായിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് PSU ബാങ്ക് ബേസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ എന്താണ്, ഫാർമ ബീസ് മേടിക്കാം. ഫാർമ ബീസും ഒരു നെക്സ്റ്റ് മൂവ്മെൻറ്റ് തരാനുള്ള അല്ലെങ്കിൽ ഒരു റാലിക്കുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. സോ നിങ്ങൾക്ക് PSU ബാങ്ക് ബീസ് കൺസിഡർ ചെയ്യാം, അതേപോലെ തന്നെ ഫാർമ ബീസും കൺസിഡർ ചെയ്യാം. ഇനി ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുൻപേ ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്കാണ് KSCL. KSCL ഓൾറെഡി ബ്രേക്ക് ഔട്ട് തിരികുകയും അതിനുശേഷം അവിടെ ഒരു സപ്പോർട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വീക്ക്ലി ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഇതെന്താണ്, ഇതൊരു ബ്രേക്ക് ഔട്ട് പോയിന്റ് ആണ്. ബ്രേക്ക് ഔട്ട് പോയിന്റിൽ ബ്രേക്ക് ഔട്ട് തന്നു. ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഇവിടെ എന്താണ്, റീടെസ്റ്റ് നടന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇതിന് മുകളിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഏകദേശം നിങ്ങൾക്ക് എത്രയാണ്, 10% സ്റ്റോപ്പ് ലോസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ വരിക. KSCL, കാവേരി സീഡ്സ്. ഓക്കെ, കാവേരി സീഡ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഫെർട്ടിലൈസർ സ്റ്റോക്കുകളാണ്. നമ്മൾ ഓൾറെഡി നമ്മളുടെ ടെലിഗ്രാമിൽ എനിക്ക് തോന്നുന്നു ഓൾറെഡി നമ്മളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തവരുടെ ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്സ് കാണുന്നുണ്ട്. എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യുമെന്ന് അറിയില്ല. സോ അതിനുള്ളിൽ NFL നമ്മൾ ഓൾറെഡി പണ്ടൊരിക്കലും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ബ്രേക്ക് ഔട്ട് വന്ന പോയിന്റിൽ. അതായത് ഈ ഒരു പോയിന്റ് ബ്രേക്ക് ഔട്ട് പോയിന്റ് ആയിരുന്നു അല്ലേ? അത് തന്നെ, ഈ ഒരു പോയിന്റ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം അന്ന് ഒരു 40% മൂവ് ചെയ്തിട്ട് ഇപ്പോൾ അവിടെ എന്താണ്, റീടെസ്റ്റിന് വന്നു. റീടെസ്റ്റിന് വന്നിട്ട് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നത് കാണാൻ പറ്റും, ഇവിടെ റിവേഴ്സൽ ആകുന്നതും കാണാൻ പറ്റും. സോ ഫെർട്ടിലൈസർ സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഈ ഒരു NFL കൺസിഡർ ചെയ്യുന്നതിൽ തെറ്റില്ല. NFL മന്ത്ലി ചാർട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഇതൊരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു അല്ലേ? ഇതൊരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു. ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് റിവേഴ്സ് ആകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു NFL നല്ലൊരു ചോയ്സ് ആണ്. പിന്നെ RCFും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫെർട്ടിലൈസർ സെക്ടറിൽ ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ബ്രേക്ക് ഔട്ടിന് ശേഷം റീടെസ്റ്റ് നടത്തി ഇവിടെ നിൽക്കുന്നു. സോ നിങ്ങൾക്ക് ഇതും കൺസിഡർ ചെയ്യാം. ഓക്കെ, RCFും കൺസിഡർ ചെയ്യാം. ഞാൻ പേഴ്സണലി NFL ആണ് കുറച്ചും കൂടി സജസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് BPCL ആണ്. BPCL പറയാൻ കാരണം നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ ഒരു ബ്രേക്ക് ഔട്ടിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ ഒരു ബ്രേക്ക് ഔട്ടിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അപ്പോൾ നമുക്ക് ഏതാണ് ബെസ്റ്റ് സ്റ്റോക്ക്? BPCL ആണ്. BPCL നമ്മൾ ഓൾറെഡി ഇതിനു മുൻപ് ഡിസ്കസ് ചെയ്തതാണ്, എല്ലാവർക്കും അറിയാം. അതിനുള്ളിലും മാറ്റമൊന്നുമില്ല. ഇതൊരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു അല്ല, ഇതൊരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു. സോ ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, അവിടെ റീടെസ്റ്റ് നടത്തുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് എൻട്രി എടുക്കാം, ഇവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇത് എത്രയാണോ അതായിരിക്കും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. സോ ഓയിൽ ആൻഡ് ഗ്യാസിൽ ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെന്നുണ്ടെങ്കിൽ BPCL നല്ല രീതിയിൽ മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് BPCL കൺസിഡർ ചെയ്യാം. പിന്നെ അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡിഫൻസ് സെക്ടർ ഓൾറെഡി മൂവ് ചെയ്തു. ഡിഫൻസ് സെക്ടറിൽ BDL മൂവ് ചെയ്തു, എല്ലാം തന്നെ മൂവ് ചെയ്തു, വലിയ രീതിയിൽ മൂവ് ചെയ്യുന്നു. സോ ഇനി അതിനുള്ളിൽ നമുക്ക് ഉള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് പാരാ ഡിഫൻസ് ഓക്കെ പാരാസ് ഓക്കെ ഈ ഒരു സ്റ്റോക്ക് ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റിലാണുള്ളത് അല്ലേ? ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റിലാണുള്ളത്. സോ ഇതിലൊരു ബ്രേക്ക് ഔട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു മൂവ്മെൻറ്റ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. വലിയ രീതിയിലുള്ള വോളിയൂംസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ബട്ട് ഇവിടെയും വലിയ രീതിയിലുള്ള വോളിയൂംസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും സെയിം വോളിയം വന്നു. ഇവിടെ റാലി വന്നിട്ടില്ല, പക്ഷെ ഇവിടെ റാലി വരുമോ? സോ നമ്മളുടെ സ്വിംഗ് ട്രേഡിംഗ് കോഴ്സിൽ റീസെൻ്റ്ലി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല, ആക്ച്വലി പനി ആയതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് അടുത്ത ആഴ്ചകളിലൊക്കെ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. സോ സ്വിംഗ് ട്രേഡിംഗ് കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ
കൺസിഡർ ചെയ്യാം. കുറച്ചും കൂടി നിങ്ങൾ അനാലിസിസ് ചെയ്യുന്നതിലൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആകാൻ പറ്റും. അതായത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അൾട്ടിമേറ്റ്ലി നമ്മൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യുക, ഇല്ല സൺഡേ വീഡിയോ ഡിപ്പെൻഡ് ചെയ്യുക, ഇല്ല വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ലല്ലോ. ഒരു ട്രേഡ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് റണ്ണിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്വിംഗ് ട്രേഡിംഗ് കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് പാരാ ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത ഒരു സ്റ്റോക്ക് ടാറ്റ ടെക്നോളജി. എല്ലാവരും ചോദിക്കുന്ന ഒരു സ്റ്റോക്കാണ്. വമ്പൻ IPO ആയിരുന്നു, പിന്നെ എല്ലാവരും ആ ഒരു സ്റ്റോക്കിനെ മറന്നുപോയി. പക്ഷേ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡെയിലി ചാർട്ടിലോട്ട് വരുവാണെങ്കിൽ ഞാൻ ഈ ടൈപ്പ് ട്രേഡ്സ് എടുക്കാറില്ല, ബട്ട് കണ്ടപ്പം ജസ്റ്റ് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ചാനലായിരുന്നു, ചാനൽ ബ്രേക്ക് ഡൗൺ വന്നു. ഓവറോൾ ഇതിൻ്റെ പ്രൈസ് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ എന്താണ്, ഒരു താഴോട്ട് വന്നുകൊണ്ടിരുന്നതാണ്. സോ ഇവിടെ നിന്ന് അതിൻ്റെ ക്യാരക്ടർ മാറുന്നുണ്ട്. സോ ഒരു റിവേഴ്സലാകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ ഈ ഒരു ഹൈക്ക് മുകളിൽ നിങ്ങൾക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഈ ഒരു താഴെ സ്റ്റോപ്പ് ലോസ് ഇടാം. സോ നിങ്ങൾക്ക് ഈ ഒരു ഹൈലോട്ടൊക്കെ വരാനും അവിടെ നിന്ന് വീണ്ടും ഒത്തിരി ഹൈലോട്ട് പോകാനൊക്കെയുള്ള സാധ്യത ഉള്ള ഒരു സ്റ്റോക്കാണ് ടാറ്റ ടെക്നോളജീസ്. സോ ഈ ഒരു സ്വിംഗ് ഹൈക്ക് മുകളിൽ 1150 ഇല്ല 1120 120 മുകളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് 1150 അല്ലെങ്കിൽ 1120 ഈ ഒരു ലെവലിന് മുകളിലൊക്കെ ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യുന്നതിൽ തെറ്റില്ല. 1000 സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഏകദേശം നിങ്ങൾക്ക് 10% to 12%, 13% ഒക്കെയാണ് സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് വരിക. ഇനി നമുക്ക് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ പറയാം. ഡ്രഡ്ജിങ് കോർപ്പ. ഓക്കെ, ഇത് അപ്പർ സർക്യൂട്ട് സ്റ്റോക്കാണ്. അതർവൈസ് നല്ലൊരു ബ്രേക്ക്ഔട്ട് ആയിരുന്നു ഈ ഒരു സ്റ്റോക്ക്. ഓക്കെ, നല്ലൊരു ബ്രേക്ക്ഔട്ട് ആയിരുന്നു. പക്ഷേ അപ്പർ സർക്യൂട്ട് സ്റ്റോക്കുകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, സോ ഈ ഒരു അവോയ്ഡ് ചെയ്യുക. അപ്പർ സർക്യൂട്ടാണ് പോകുന്നത്, ലോവർ സർക്യൂട്ട് അടിക്കാറില്ല. അപ്പർ സർക്യൂട്ടാണ് പോകുന്നത്. പിന്നെ റിസൾട്ട് വരുന്നുണ്ട്. സോ ടോട്ടലി ഈ ഒരു സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യാം നിങ്ങൾക്ക്. സോ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പ്രധാനമായിട്ടുള്ള സെക്ടേഴ്സ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് PSU സെക്ടർ ഫോക്കസ് ചെയ്യാം, ഫാർമ സെക്ടർ ഫോക്കസ് ചെയ്യാം, പിന്നെ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഫോക്കസ് ചെയ്യാം. സ്റ്റോക്കുകളിലോട്ട് വരുവാണെങ്കിൽ KSCL, NFL, അതേപോലെ തന്നെ ടാറ്റ ടെക്, പാരാ ഡിഫൻസ്, BPCL. ഓക്കെ, ഇത്രയും സ്റ്റോക്കുകളാണുള്ളത്. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അനാലിസിസ് നടത്തുക. ഇലക്ഷൻ റിസൾട്ടിന് വരെ വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. നിഫ്റ്റി സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ വലിയ മൊമെൻറ്റോ സ്ട്രെങ്തോ ഒന്നും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. മേ ബി വരുന്ന ദിവസങ്ങളിൽ ഒരു സെല്ലിംഗ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി. കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ പോവാം, ഇല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.